9-10 വാർഡുകൾ മഞ്ചേരി നഗരസഭയിലെ ഏറ്റവും നിർണായകമായ വാർഡുകളാണ്. അവിടെ ആരെയാണോ പിന്തുണയ്ക്കുന്നത് അവരോടൊപ്പമാണ് നഗരസഭ. 9ാം വാർഡിന്റെ സാരഥിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മേലാക്കം സംസ്ഥാന രാഷ്ട്രീയത്തിന് സംഭാവന നൽകിയ പെൺകരുത്ത് അഡ്വക്കേറ്റ് ബീന ജോസഫ്. നമസ്കാരം. കലാലയ കാലഘട്ടം മുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും മഹിളാ കോൺഗ്രസ്, ലോയേഴ്സ് കോൺഗ്രസ് തുടങ്ങി വിവിധ തലങ്ങളിൽ അങ്ങ് നിറഞ്ഞു നിന്നു. എങ്കിലും ഈ അടുത്ത കാലത്ത് BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു ബീന ജോസഫ്, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? BJP-യിലേക്ക് ചേക്കേറിയേ നിങ്ങൾ എന്താ പറയണേ? യഥാർത്ഥത്തിൽ മഞ്ചേരി നഗരസഭയിൽ ഉണ്ടായിരുന്ന ഏക കളങ്കം BJP-യുടെ വാർഡ് ഉണ്ടായിരുന്നത് പിടിച്ചെടുക്കാൻ എന്നെ പാർട്ടി ഏൽപ്പിച്ചത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ബഹുഭൂരിപക്ഷത്തോടു കൂടി BJP-യിൽ നിന്ന് ആ വാർഡ് പിടിച്ചെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അന്ന് മുതൽ എന്നോട് BJP-ക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ BJP-യിലേക്ക് ചേക്കേറുക? BJP-യുടെ ഒരു സംസ്ഥാന നേതാവ് അതും നേരിട്ടെത്തി ക്ഷണിക്കുന്നത് ഒരു നിസ്സാര കാര്യമാണോ? അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണ്. അത് BJP അല്ല ആദ്യം വന്നതെന്ന് ഓർക്കണം. ഈ പറയുന്ന മറ്റ് രണ്ട് പാർട്ടികളും എൻ്റെ അടുത്ത് മാത്രമല്ല മറ്റു ആളുകൾ, അതായത് നമ്മുടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുടെ പലരെയും സമീപിച്ചതാണ്. അതേപോലെ തന്നെ BJP എനിക്ക് അവിടെ ഞാൻ നിലമ്പൂരുകാരി ആയതുകൊണ്ടും ഞാൻ അവിടുത്തെ കോളേജിന്റെ അലുമിനി എക്സിക്യൂട്ടീവ് ആയതുകൊണ്ടും ഉൾപ്പെടെ നമുക്കൊരു നിർണായക വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടാവാം അവരെൻ്റെ അടുത്ത് വന്നു. പക്ഷേ അവർ വന്നത് ഓഫീസിലാണ്, അതൊരു പബ്ലിക് സ്പേസ് ആണ്. അവിടെ വന്നത് മീഡിയ ആണ് ഈ പറഞ്ഞ പോലെ ചർച്ചയ്ക്ക് ഇടുകയും അത് ആ സമയത്ത് മീഡിയയ്ക്ക് മറ്റു വാർത്തകൾ ഇല്ലാതിരുന്നൊരു സമയത്ത്, നിലമ്പൂർ ഇലക്ഷൻ അല്ലേ, അപ്പൊ മീഡിയ ആണ് യഥാർത്ഥത്തിൽ എന്നെ കുടിക്കിയത്. പക്ഷെ അന്നും അത് ഓഫീസിൽ വന്നതുകൊണ്ടാണ് മാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നോക്കൂ, അത് വക്കീൽ ഓഫീസിനകത്ത് വന്നത് എന്നോട് രാഷ്ട്രീയം സംസാരിക്കാനല്ല. അദ്ദേഹം വരുന്ന കാര്യം എനിക്കറിയില്ല. എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തത് മറ്റൊരു വക്കീലാണ്. ഞങ്ങൾ ഓൾറെഡി കേസുള്ളൊരു കാര്യമാണ്. അദ്ദേഹം മാത്രമാണ് അവിടെ വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ MT രമേശ് ഉണ്ടാകുമായിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തോട് ഞാനൊരു അനുമതി കൊടുക്കില്ലായിരുന്നു, ഒരു സംശയമില്ല. പക്ഷേ വക്കീൽ ഓഫീസിൽ വക്കീൽ കാര്യങ്ങൾ നമ്മൾ ഓഫീസുമായി സംസാരിച്ചത് നമുക്ക് ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. എന്നിരുന്നാലും ആ വിഷയം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. താങ്കളുടെ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ മുതിർന്ന ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇന്ന് ആ ഒരു കാരണം കൊണ്ട് ആ പാർട്ടി വിട്ടു പോകില്ലായിരുന്നു. നോക്കൂ, അത് അദ്ദേഹം ആ കാരണം കൊണ്ടാണെന്ന് ആരാ പറഞ്ഞത്? യഥാർത്ഥത്തിൽ അത് നമ്മളെ പറ്റിക്കുകയാണ്. അദ്ദേഹമാണ് എൻ്റെ പേര് വാർഡ് കമ്മിറ്റി, 9ാം വാർഡിന്റെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയിൽ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് അദ്ദേഹമാണ്. അതിന് ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റും UDF കൺവീനറും ഉൾപ്പെടെ 10-25 പേര് അന്ന് പരിപാടിക്ക് പങ്കെടുത്ത, ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത 10-25 പേര് അതിന് ദൃക്സാക്ഷികളാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഗുരുവായിട്ടുള്ള അയ്മുട്ടി വക്കീലിന്റെ വീട്ടിൽ വെച്ച് സംസാരിച്ചപ്പോൾ 100% എനിക്ക് സപ്പോർട്ട് ചെയ്ത, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടോടും പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാനിവിടെ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ മേലാകത്ത് ഞാൻ അവിടെ മത്സരിച്ച് ജയിച്ച വാർഡ്, ആ വാർഡിൽ അദ്ദേഹത്തിന് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്. ഈ BJP-യുടെ ഇത്രയും വല വീശുന്ന ഒരു രാഷ്ട്രീയത്തില് ബീന ജോസഫ് ഉൾപ്പെടില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്താ സംശയിക്കുന്നത്? നോക്കൂ, എൻ്റെ സോഷ്യൽ മീഡിയ 2024-ലൊക്കെയുള്ള സോഷ്യൽ മീഡിയ നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ BJP ശക്തിയുക്തം എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് ഞാൻ പോകും എന്ന് എപ്പോഴെങ്കിലും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചു തരാണ്, ആ നിമിഷം എൻ്റെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ നിർത്താൻ തയ്യാറാണ്. ഇത്തരത്തിലൊരു അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയവും വികസനവും പറഞ്ഞുകൊണ്ട് ഇലക്ഷനെ നേരിടണമെന്ന് ആഗ്രഹിച്ച് എന്നോട് വെറും വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വളരെ സങ്കടമുണ്ട്. പക്ഷേ എന്നെ വിജയിപ്പിച്ച് എൻ്റെ തടത്തിക്കൊഴിക്കാര് എന്നെ കൈവിടില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്.